ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഹബ് ഡിസൈന് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ പിക്സൽ ലാബിൻ്റെ പുതിയ വേർഷനായിട്ടുള്ള പിക്സൽ ലാബ് പ്രൊഫഷണലാണ്. അപ്പോൾ അതിൻ്റെ ലോഞ്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് വീഡിയോ കാണുന്ന നമ്മുടെ കൂട്ടുകാരോട് നമുക്ക് പറയാനുള്ളത്, നമ്മുടെ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പരമാവധി വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക, സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പാസ്വേഡ് കിട്ടുള്ളൂ. നമ്മൾ ഓൺ വോയിസിലായിരിക്കും നിങ്ങൾക്ക് പാസ്വേഡ് തരാം, അല്ലാതെ എഴുതി കാണിക്കുകയായിരിക്കില്ല ചെയ്യാം, ഓൺ വോയിസിൽ തന്നെ ആയിരിക്കും തരിക. അപ്പോൾ നിങ്ങൾ ഒരു ഭാഗം പോലും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പിക്സൽ ലാബിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പിക്സൽ ലാബ് പ്രൊഫഷണലിൻ്റെ മെയിൻ സ്ക്രീൻ വരുന്നത്, നമ്മുടെ ഹോം സ്ക്രീൻ വരുന്നത് ഈ ഒരു സെറ്റപ്പാണ്. ഓക്കെ, നമ്മുടെ ഡിഫോൾട്ട് സ്ക്രീനാണ്, പ്രൊഫഷണലിൻ്റെ ഡിഫോൾട്ട് സ്ക്രീനാണ് ഈ കാണുന്നത്. നമ്മുടെ പിക്സൽ ലാബ് അൾട്രയുടെ സെയിം ഡിസൈൻ തന്നെയാണ്, പക്ഷേ കളർ ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പിക്സൽ ലാബിൻ്റെ തന്നെ മെയിൻ കളറായിട്ടുള്ള ഈ ലൈറ്റ് ബ്ലൂയിലേക്ക് ഡിഫോൾട്ട് ക്യാൻവാസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു മാറ്റം തന്നെ ഇവിടെ വരുത്തിയിട്ടുള്ളൂ. പിന്നെ 3 ഡോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എബൌട്ടിൽ നോക്കി കഴിഞ്ഞാൽ എബൌട്ടിൽ പ്രധാനമായിട്ടും ഈ മോഡും നമ്മുടെ അൾട്ര ക്രിയേറ്റ് ചെയ്തിരുന്നത് പോലെ തന്നെ ഈ മോഡും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ബിൻബ്രോയാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് താങ്ക്സ് പറയാനുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ മല്ലു പിക്സൽ ലാബിൻ്റെ മുഹാസ് ബ്രോ. അദ്ദേഹം നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു മോഡ് ക്രിയേറ്റിങ്ങിന് സഹായിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു താങ്ക്സ് പറയാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഈ ഒരു പിക്സൽ ലാബിൻ്റെ ഹൈലൈറ്റ്സ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മുടെ ഫോണ്ടുകൾ തന്നെയാണ് വരുന്നത്. നമ്മുടെ അൾട്രയിലുള്ള ഏകദേശം ഫോണ്ടുകളൊക്കെ തന്നെയാണ് ഇതിലും കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അൾട്രയിലുള്ള ഫോണ്ടുകളൊക്കെ തന്നെയാണ്, പക്ഷേ എങ്കിലും കുറച്ച് ഫോണ്ടുകൾ റിമൂവ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഫോണ്ടുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. റിമൂവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് അൾട്ര ഇറക്കിയ ടൈമിൽ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, പല കൂട്ടുകാരും മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല ഫോണ്ടുകളും ഓവറായിട്ട് കിടക്കുന്ന പോലെയാണ്, ബ്രോ യൂസിംഗ് ഒന്നും ഇല്ല അധികം, അതൊക്കെ ഒന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ, റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇത് കുറയില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ഫോണ്ടുകൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. തീരെ യൂസിങ് വരാത്ത കുറച്ച് ഫോണ്ടുകൾ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്, റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതാണ് ഇപ്പോൾ കാണുന്നത്. മലയാളം ഫോണ്ട് 700 കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ജസ്റ്റ് ഏകദേശം ഇട്ടതാണ്. ചിലപ്പോൾ അതിലേറെ ഉണ്ടാകും കേട്ടോ, 700 800 ഉണ്ടാവും, 800 കൂടുതലൊക്കെ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒരു 700 എന്നുള്ളൊരു ഇട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഫോണ്ട് ഇംഗ്ലീഷ് ഫോണ്ട് കുറച്ച് ഒഴിവാക്കിയിട്ടുണ്ട്, എന്നാലും ഇംഗ്ലീഷ് ഫോണ്ടും ഉണ്ട്, 1000 കൂടുതൽ ഇംഗ്ലീഷ് ഫോണ്ട്. പിന്നെ അറബിക് ഫോണ്ടുകൾ, അതും നമ്മുടെ മറ്റതിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന അൾട്രയിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ഏകദേശം ഫോണ്ടുകളൊക്കെ ഇതിലും ഉണ്ട്. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നമ്പർ ഫോണ്ടുകൾ, ഷേപ്പ് ഫോണ്ടുകൾ എല്ലാതും ഇതിലുണ്ട്. പിന്നെ ഐക്കൺ ഫോണ്ടുകൾ, പിന്നെ മെയിൻ വ്യത്യാസം വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിക്കേഴ്സിന്റെ പാർട്ടിലാണ് കേട്ടോ. സ്റ്റിക്കേഴ്സിന്റെ പാർട്ടിലാണ് 200 കൂടുതൽ നമ്മൾ നമ്മുടെ അൾട്രയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് സ്റ്റിക്കേഴ്സ്, നമ്മുടെ ബാനർ സ്റ്റിക്കേഴ്സ് പോലത്തെ ആ ഡിസൈൻസ് ആയിരുന്നു. പലതരത്തിലുള്ള 300 കൂടുതൽ പ്രീമിയം ബാനർ ഡിസൈൻസ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ നമുക്ക് നമ്മുടെ ഡിസൈനിങ്ങിന് നമുക്ക് ഉപകാരപ്പെടുന്ന ടൈപ്പോഗ്രാഫികളാണ് 200 കൂടുതൽ ടൈപ്പോഗ്രാഫികൾ. അത് 3 സെഷൻസ് ആയിട്ടാണ്. ഇസ്ലാമിക് ടൈപ്പോഗ്രാഫീസ്, അതുപോലെ തന്നെ ജനറൽ ടൈപ്പോഗ്രാഫീസ്, അതായത് അധ്യാപക ദിനം, അതുപോലെ തന്നെ ഓണം, ക്രിസ്മസ്, അങ്ങനത്തെ ജനറൽ ആയിട്ടുള്ള ടൈപ്പോഗ്രാഫികൾ. അതുപോലെ തന്നെ പിന്നെ 3ാമത് നമുക്ക് നമ്മുടെ സ്പേസുകൾ ക്ലിയർ ചെയ്യാൻ ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓവർലേകളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ പറയാനുള്ളത്, പിന്നെ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട്സ് നമ്മൾ അധികമൊന്നും ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഓക്കെ, ഫോൺസ് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ പിക്സൽ ലാബിൻ്റെ നമ്മുടെ ഒഫീഷ്യൽ ഫോണ്ടുകളിൽ അതിൽ നമ്മൾ ആ ഇറ്റാലിക് അറബിക് ഫോണ്ടുകൾ ഉണ്ടായിരുന്നല്ലോ, അത് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതധികം യൂസിങ് ആർക്കും ഇല്ലാത്തതാണല്ലോ, അപ്പോൾ അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ഈ സ്പെഷ്യൽ ഹബ്ബ് ഫോണ്ട്, ഇവിടെ മുതലാണ് നമ്മുടെ IB ഡിസൈൻ ഹബ്ബ് ആഡ് ചെയ്തിട്ടുള്ള ഹബ് ഡിസൈൻ ഓൺലൈൻ ആഡ് ചെയ്തിട്ടുള്ള ഫോണ്ടുകൾ വരുന്നത്. ആദ്യം തന്നെ മലയാളം ഫോണ്ടുകളാണ്. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മലയാളം ഫോണ്ടുകൾ കൊടുത്തു, പിന്നെ ഇംഗ്ലീഷ് ഫോണ്ടുകൾ, പിന്നെ അറബിക് ഫോണ്ടുകൾ, പിന്നെയാണ് നമ്മുടെ ഷേപ്പ് ഫോണ്ടുകളും ഐക്കൺ ഫോണ്ടുകളൊക്കെ വരുന്നത്. അപ്പോൾ മലയാളം ഫോണ്ടുകളിൽ നമ്മുടെ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള നമ്മുടെ ചിങ്ങം ഫോണ്ട്, അതുപോലെ തന്നെ ദ്യുതി, കടൽ, അതുപോലെ തന്നെ മല്ലി, അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ഹെറിൻ ബ്രോയുടെ ആ ഒരു ഫോണ്ട് ഉണ്ടല്ലോ, നമ്മുടെ മല്ലി, ആനന്ദി മല്ലി, അത് ആ ഫോണ്ട്, ആ 2 ഈ കിടക്കുന്നത്. അതുപോലെ തന്നെ ഓല ഫോണ്ട്, പിന്നെ അല, അതുപോലെ തന്നെ കുട്ടി ഉറൂബ്, ബഷീർ, കടൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള ഏകദേശം ഫ്രീ ഫോണ്ടുകളൊക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ യൂണിക്കോഡ് ഫോണ്ടുകൾ, മലയാളത്തിൽ യൂണിക്കോഡ് ഫോണ്ടുകൾ, പിന്നെ അനഗ് ഫോണ്ട് ഫാമിലിയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ MVM, അതുപോലെ തന്നെ സ്ക്രൈബ് ഫോണ്ടുകൾ, പിന്നെ FML, അതുപോലെ അങ്ങനെ FML, MLTT എന്നിട്ട് ഇങ്ങനെയുള്ള ഫോണ്ടുകളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇംഗ്ലീഷ് ഫോണ്ടുകൾ, അതുകൂടെ തന്നെ നമ്മുടെ മാജിദ് ടൈപ്പോഗ്രാഫിയും പ്രത്യേക സെപ്പറേറ്റ് ഇതായിട്ട് തന്നെ സെഷനായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് ഫോണ്ട് കേട്ടോ. ഇംഗ്ലീഷ് ഫോണ്ടുകളിൽ വരുന്നത് ആദ്യം തന്നെ സ്റ്റാൻഡേർഡ് ഫോണ്ടുകൾ, നമ്മുടെ
അപ്പോൾ പിൻസ് തുടങ്ങിയിട്ടുള്ള ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് ഫോണ്ടുകൾ കൊടുത്തിട്ടുണ്ട് ഒരു സെഷനായിട്ട് തന്നെ. പിന്നെ 100 കൂടുതൽ വേറൊരു സെഷനായിട്ട് ഫോണ്ട് ബാക്ക്. ഇങ്ങനെ ഏകദേശം നമ്മൾ പറഞ്ഞിരുന്നത് പോലെ 1000 കൂടുതൽ ഫോണ്ടുകളാണ് ഇംഗ്ലീഷ് കൊടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷിൽ കുറച്ച് ഫോണ്ടുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ SSFൻ്റെ ഒക്കെ കൂപ്പർ ബ്ലാക്ക് ഫോണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അറബിക് ഫോണ്ടുകളാണ് വരുന്നത്. അറബിക് ഫോണ്ടുകളിൽ ഖത്തുൻ നസ്ഖിൻ്റെയും റുക്കായിൻ്റെയും ഒക്കെ ഫോണ്ടുകൾ, അതുപോലെ തന്നെ സുലസിൻ്റെയും ദീവാനിൻ്റെ ഒക്കെയും ഫാരിസി, കൂഫി തുടങ്ങിയിട്ടുള്ള മോഡലുകളുടെയും കാര്യങ്ങളുടെയൊക്കെ ഫോണ്ടുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം അറബിക് ഫോണ്ടുകളും നമ്മുടെ അൾട്രയിൽ ഉണ്ടായിരുന്ന ഏകദേശം ഫോണ്ടുകളൊക്കെ തന്നെയാണ് ഇത്. പിന്നെ ലാസ്റ്റ് നമ്മുടെ ഷേപ്പ് ഫോണ്ടുകൾ, ഐക്കൺ ഫോണ്ടുകളൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഷേപ്പ് ഫോണ്ടുകളും ഐക്കൺ ഫോണ്ടുകളും. പിന്നെ നമ്മുടെ സ്റ്റിക്കേഴ്സിൻ്റെ പാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ 3 സെഷൻസാണ് സ്റ്റിക്കേഴ്സ് ഉള്ളത്. 3 സെഷൻസ്. അതിൽ ഇസ്ലാമിക്, ജനറൽ, ഓവർലേ. അപ്പോൾ ഇസ്ലാമിക് സ്റ്റിക്കേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇനിയൊരു ഡിഫോൾട്ട് സ്ക്രീനിൻ്റെ ഇത് ഒഴിവാക്കാം കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് പെട്ടെന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് വൈറ്റ് തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇസ്ലാമിക് സ്റ്റിക്കേഴ്സ് എടുത്തു കഴിഞ്ഞാൽ സീറത്തുൻ നബി, അതുപോലെ തന്നെ അങ്ങനെ യൂണിറ്റ് സമ്മേളനം, ബുറുദ മജ്ലിസ് തുടങ്ങിയിട്ടുള്ള ഏകദേശം നമുക്ക് ആവശ്യമായിട്ട് നമ്മുടെ പോസ്റ്റർ ഡിസൈനിങ്ങിൽ നമ്മൾ ഏകദേശം എല്ലാവർക്കും ആവശ്യമായിട്ട് വരുന്ന ടൈപ്പോഗ്രാഫീസ് ഒക്കെ നല്ല ക്വാളിറ്റി സാധനങ്ങൾ തന്നെ കേട്ടോ. ക്വാളിറ്റി സാധനങ്ങൾ തന്നെ എല്ലാതും ആഡ് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി സംഭവങ്ങൾ തന്നെയാണ്. പിന്നെ ഫതഹ മുബാറക്ക്, മൗലിദ് സദസ്സ്, ആദർശ സമ്മേളനം, ജുമാ മുബാറക്ക്, മുതഅല്ലിം സമ്മേളനം, പ്രാർത്ഥനാ സമ്മേളനം തുടങ്ങിയിട്ടുള്ള ഏകദേശം എല്ലാ ടൈപ്പോഗ്രാഫീസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഏകദേശം 100 കൂടുതൽ ടൈപ്പോഗ്രാഫീസ് ഇസ്ലാമിക് സെഷനിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ജനറൽ സെഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാനവസഞ്ചാരം ടൈപ്പോഗ്രാഫി, വാർഷികത്തിൻ്റെയൊക്കെ നല്ല ക്വാളിറ്റി ടൈപ്പോഗ്രാഫീസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ഗ്രൂപ്പുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഓരോരുത്തർ വാർഷികത്തിൻ്റെ ടൈപ്പോഗ്രാഫി PNG കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നത് ഇതാക്കുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇനി മെസ്സേജ് അയക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ തന്നെ ഏകദേശം എല്ലാ നമുക്ക് ഡിസൈനിങ്ങിന് ആവശ്യമായിട്ട് വരുന്ന ഏകദേശം എല്ലാ ടൈപ്പോഗ്രാഫിയും നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ വാർഷികത്തിൻ്റെ 2 ടൈപ്പ്, പിന്നെ സംഗമം, ക്രിസ്മസ്, അതുപോലെ തന്നെ മന്തി ചലഞ്ചിൻ്റെ ഒക്കെ കേട്ടോ. മന്തി ചലഞ്ചിൻ്റെ PNG ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബിരിയാണി ചലഞ്ച്, അതുപോലെ തന്നെ പ്രതിഷേധം, അനുമോദനം, സ്ഥാപകത്തിനൊക്കെ ഏകദേശം എല്ലാം. അതുപോലെ തന്നെ നമ്മുടെ ഫുട്ബോളിൻ്റെ അംഗത്വകാലം, ഫുട്ബോളിൻ്റെ PNGs ഒക്കെ ഒരുപാട് പേര് നമ്മളോട് ഇതൊക്കെ ഇടയ്ക്കിട്ട് ചോദിക്കുന്ന PNGകളാണ്. ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഒക്കെ PNGs ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ ഏകദേശം കൊടുത്തിട്ടുണ്ട്. കളിക്കളത്തിൻ്റെയൊക്കെ കളിക്കളം, അതുപോലെ തന്നെ മിസ് യു ടീച്ചർ, നമ്മുടെ അധ്യാപക ദിനത്തിലൊക്കെ ഇതാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഇത് മിസ് യു ടീച്ചറിൻ്റെ PNG. അങ്ങനെ ഏകദേശം PNGകൾ ഇതിനും ആഡ് ചെയ്തിട്ടുണ്ട്. 100 കൂടുതൽ, 2 ഇസ്ലാമിക്കും ജനറലും ഏകദേശം 100 കൂടുതലുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് പറഞ്ഞതാണ് 100 എന്നുള്ളത്. പിന്നെ നമ്മുടെ ഓവർലേകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു PNG ഇത് നമ്മളോട് ഒരുപാട് പേര് നമ്മൾ അൾട്രയിൽ നമ്മൾ ഈ ഒരു ടൈപ്പ് PNGs കൊടുത്തിട്ടില്ലായിരുന്നു. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു PNG ആണിത്. അതുപോലെ തന്നെ ഈ ഒരു PNG നമ്മുടെ ഈ ഗ്രേഡിയൻ്റ് മോഡൽ നമുക്ക് മാസ്ക് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആ രൂപത്തിലുള്ള ഈ PNGകളൊക്കെ നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യമായിരുന്നു. പിന്നെ ഇതിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില PNGകൾ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള PNGകൾ തന്നെയായിരിക്കും. ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് നിറം ഒക്കെ ആയിട്ടുള്ള PNGകളായിരിക്കും. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് സ്പേസ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന PNGകളാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവുന്ന കരുതുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ എറൈസ് കളറിൽ വന്നു കഴിഞ്ഞാൽ എറൈസ് കളർ ഓപ്പൺ ചെയ്യുക. ഈ നിറത്തിൻ്റെ ഈ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ നിറം ബ്ലാക്ക് ആക്കി കൊടുത്താൽ മതി കേട്ടോ. നിറം ബ്ലാക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ സാധനം സെറ്റായിരിക്കും. ഓക്കെ, അതിൻ്റെ പക്കയായിട്ട് കിട്ടും. പിന്നെ അതിന് കളറും കൊടുത്താൽ നമുക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളർ കൊടുത്താൽ തന്നെ നല്ല പക്കയായിട്ട് കിട്ടും സാധനം. ഓക്കെ, അതുപോലെ തന്നെ ഒട്ടുമിക്ക ഓവർലേകളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ട് വരുന്ന നമ്മുടെ സ്പേസ് ഫില്ലിങ്ങിനൊക്കെ ആവശ്യമായിട്ട് വരുന്ന ഒരുപാട്, ചിലത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തത് തന്നെയാണ് ചിലതൊക്കെ, പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങൾ യൂസ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അതുപോലെ തന്നെ പലതരം നമുക്ക് സൈഡൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടുള്ള PNGസും കാര്യങ്ങളൊക്കെ അതും നമ്മളെ ഏകദേശം എല്ലാതും. ഇതൊക്കെ വൈറ്റ് തന്നെ ആയതുകൊണ്ട് ജസ്റ്റ് എറൈസ് കളർ കൊടുത്താൽ തന്നെ ഏകദേശം ഇതൊക്കെ സെറ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇതൊക്കെ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് എറൈസ് ചെയ്ത് കളഞ്ഞാൽ മതി. ഈ ടെക്സ്റ്റിൻ്റെ ഭാഗമൊക്കെ വരുന്നത് ഏകദേശം എറൈസ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്നുണ്ട്, ശ്രദ്ധിച്ച് യൂസ് ചെയ്താൽ മതി. ഓക്കെ, നല്ല പക്കയായിട്ട് ഇത് ചെയ്ത് കളഞ്ഞാൽ എല്ലാതും പോയി കിട്ടും. ഓക്കെ അല്ലേ, മനസ്സിലായില്ലേ? അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ വിഷയങ്ങളും കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? അപ്പോൾ പിന്നെ ഇതിൽ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്ക്ഗ്രൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ടുകളും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒട്ടുമിക്ക ബാക്ക്ഗ്രൗണ്ടുകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞത് അപ്പോഴത്തെ ഒരു ഇതിൽ പറഞ്ഞതാണ്. ഏകദേശം ബാക്ക്ഗ്രൗണ്ടുകൾ നമ്മൾ അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ടുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ പിക്സൽ ലാബ് പ്രൊഫഷണലിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. ഓക്കെ, പിന്നെ ഇത് ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഡൗൺലോഡ് ചെയ്യുന്നതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. ഡിസൈനിങ് നമ്മുടെ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാനലിലേക്ക് എത്തും. അവിടെ നമ്മൾ ഓരോ റയറായിട്ടുള്ള ട്രിക്സുകളുടെയും ടിപ്സുകളുടെയും ഒക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പിന്നെ പ്രിസെറ്റുകളുടെ ഭാഗം നമ്മൾ നോക്കാൻ വിട്ടുപോയില്ലേ. പ്രിസെറ്റുകളുടെ ഭാഗം നോക്കി കഴിഞ്ഞാൽ ഡിഫോൾട്ട് പ്രിസെറ്റ് നിങ്ങൾ കണ്ടു. പിന്നെ സൈസ് പ്രിസെറ്റുകളാണ് ട്വിറ്റർ, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ഗൂഗിൾ, ഫേസ്ബുക്കിൻ്റെയൊക്കെ, പിൻട്രസ്റ്റ് അങ്ങനത്തെ സൈസ് പ്രിസെറ്റുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അൾട്രയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ബിസിനസ് കാർഡ്, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്, ID കാർഡ്, വെഡിങ് ഇൻവിറ്റേഷൻ കാർഡ്, ഫ്ലയറിൻ്റെ ഒക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹബ് ഡിസൈനിൻ്റെ തന്നെ പോസ്റ്റർ ഡിസൈന്, ടൈപ്പോഗ്രാഫി ഡിസൈനിങ്, വീഡിയോ ഡിസൈനിങ്ങിൻ്റെയൊക്കെ പോസ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ PLP ബണ്ടിൽ, അതുപോലെ തന്നെ വെഡിങ് PLP ബണ്ടിൽ, ഡിസൈൻ എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും നല്ല രീതിയിൽ വീഡിയോസോ അതുപോലെ തന്നെ പോസ്റ്റർ ഡിസൈനിങ്ങോ ടൈപ്പോഗ്രാഫി ഡിസൈനിങ്ങോ ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ IB ഹബിൻ്റെ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ലാസ്റ്റത്തെ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് മെസ്സേജ് ഇട്ടാൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അബൌട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മുടെ ഹബ് ഡിസൈനിൻ്റെ നമ്പർ ഉണ്ട്. ജസ്റ്റ് ഇതൊന്ന് കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇത് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ളതിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ കാര്യങ്ങളിലൊക്കെ ആയിട്ട് കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഹബ് ഡിസൈനിൻ്റെ ഈ ഒരു പിക്സൽ ലാബ് പ്രൊഫഷണൽ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് നോക്കിയാൽ മതിയാവും. അപ്പോൾ ജസ്റ്റ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ നമ്മുടെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് കുക്കീസൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ പാസ്വേഡ് അടിക്കാനുണ്ടായിരിക്കും. അപ്പോൾ പാസ്വേഡ് നമ്മൾ വീഡിയോയിൽ നമ്മൾ പാസ്വേഡ് പറയുന്നുണ്ട്. അപ്പോൾ പാസ്വേഡ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും എത്തുക. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് നമ്മുടെ പിക്സൽ ലാബ് അൾട്ര പ്രൊവൈഡ് ചെയ്യുന്ന ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് എത്തും. അപ്പോൾ ആ ഒരു ടെലഗ്രാമിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ടെലഗ്രാം ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊഫഷണലിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള 1-2 കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഓക്കെ ഇതാണ്. അപ്പോൾ ഇവിടെ ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ. പലരും നമ്മൾ ഇത് നമ്മുടെ മുമ്പത്തെ പിക്സൽ ലാബ് അൾട്രയൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന് കാണിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട അതിനുള്ള സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പരമാവധി റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിക്സൽ ലാബിൻ്റെ സൈസ് കഴിഞ്ഞ വേർഷൻ ഏകദേശം 400 സംതിങ് MB ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് 300 സംതിങ് MB ആയിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഏകദേശം അത്യാവശ്യം ഫോണ്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഈ ഒരു സൈസ് എന്തായാലും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് നിങ്ങളുടെ ഫോണിൽ സ്റ്റോറേജ് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. സ്റ്റോറേജ് ഇല്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും കയറൽ. അപ്പോൾ നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് സ്റ്റോറേജ് ഉള്ള ഫോൺ തന്നെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. അത് ഇനി സ്റ്റോറേജ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാതെ കിടക്കുന്ന ആപ്പുകളും ഫോട്ടോസ് വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പരമാവധി സ്റ്റോറേജ് കൂട്ടാൻ നോക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു ഇഷ്യൂ വരാറുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൻ്റെ പ്ലേ പ്രൊട്ടക്ഷൻ ഓപ്ഷന് ഓഫ് ആണ് എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ പലർക്കും ചിലപ്പോൾ അത് ഓഫ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ചിലപ്പോൾ ചിലർക്ക് അത് ഓഫ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. കാരണം പ്ലേ സ്റ്റോർ ഇപ്പോൾ പ്ലേ സ്റ്റോറിൻ്റെ പ്ലേ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ നിന്നുള്ള ആപ്പുകൾ മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ ഒരു സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ വേറെ ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അക്കൗണ്ട് കാണുന്ന ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്ലേ പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതൊന്ന് എടുക്കുക. അതെടുത്ത് കഴിഞ്ഞാൽ ഈ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ ഒന്ന് എടുക്കുക. ഇതെടുത്ത് കഴിഞ്ഞാൽ ഇത് 2 ഓണാണെങ്കിൽ അത് 2 അതൊന്ന് ഓഫ് ചെയ്തിടുക. അതിൽ ടേൺ ഓഫ് അടിച്ച് കഴിഞ്ഞാൽ തന്നെ 2 ഓഫാകും. ഓക്കെ, നിങ്ങളെ ഇത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പാസ്വേഡ് അടിച്ച് ജസ്റ്റ് അത് ഓഫ് ചെയ്തിടാം. ഇനി നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അത് ഓപ്പൺ ചെയ്തിടാം കേട്ടോ, വിഷയമൊന്നുമില്ല. അപ്പോൾ ഇത് ചെയ്താൽ ഇനി ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമ്മൾ വീഡിയോയിൽ പറയാനുള്ളൂ. പിന്നെ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്പുകളുടെ പ്രീമിയം വെർഷൻസോ കാര്യങ്ങളോ വേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. പിന്നെ ഒരുപാട് പേര് നമ്മളോട് കുറേ തവണ ഓരോ വീഡിയോസ് ഒന്ന് ചെയ്യാൻ പറയാറുണ്ടായിരുന്നു. നമ്മുടെ PLPs എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത് എന്നൊക്കെ.
അപ്പോൾ PLPCയുടെ ഒക്കെ ഏകദേശം കുറേ നമ്മുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് തന്നെ കുറേ വീഡിയോസ് നമുക്ക് കിട്ടും. അപ്പോൾ പിന്നെ നമ്മളായിട്ട് ചെയ്ത് വെറുതെ ഇതാക്കേണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഹൗ ടു മേക്ക് PLP ഫയൽസ് എന്നോ ഹൗ ടു ഷെയർ എന്നൊക്കെ ജസ്റ്റ് അടിച്ചാൽ തന്നെ മലയാളം വീഡിയോസ് തന്നെ കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കിട്ടാൻ പറ്റും. അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളോ നമ്മുടെ യൂട്യൂബിൽ മറ്റ് യൂട്യൂബേഴ്സ് ചെയ്യാത്തതായിട്ടുള്ള വീഡിയോസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. നമ്മൾ പറയേണ്ടത് ഇനി ഏതൊക്കെ പ്രീമിയം വെർഷൻസാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടു. പറ്റാവുന്നതൊക്കെ നമ്മുടെ ഒഴിവിനനുസരിച്ച് നമ്മൾ പരമാവധി ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പിക്സൽ ലാബ് പ്രൊഫഷണലിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്കേതായാലും നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്കിവിടെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ പിന്നെ നമ്മൾ പറയാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ പാസ്വേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 678 എന്നുള്ളതാണ് പാസ്വേഡ്. 678 എന്നുള്ളതാണ് നമ്മുടെ പാസ്വേഡ്. ജസ്റ്റ് അതടിച്ച് നോക്കിയാൽ മതി. ഓക്കെ, സെറ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.